വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും, സഹോദരരെ, നിങ്ങളോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിങ്ങൾ ഉന്നതരായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി ചിന്തിച്ചിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. കർത്താവിന്റെ വചനം. ഈസ്റ്ററിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. ഗീതാഞ്ജലി പാടുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം സ്വർഗം ശരണം ഗച്ഛാമി എന്നീ വിളിയോടുകൂടി ജീവിക്കേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാല് ഗീതാഞ്ജലി പറഞ്ഞു വെച്ചിരിക്കുന്നത്
ക്രിസ്ത്യാനിയുടെ ജീവിതം ഈ ഭൂമിയിലല്ല, ഈ നശ്വരമായ ലോകത്തിലല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. പരലോകത്തിലേക്കുള്ള നിത്യത കവാടത്തിലേക്ക് തുറക്കേണ്ട നല്ലൊരു കാര്യമാണ് ഈ 8 അഷ്ടഭാഗ്യങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്യമുണ്ട്, ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പാതകളിൽ ഞാൻ ചൂണ്ടിക്കുമായിരുന്നു എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഇത്രയ്ക്ക് ആഴമായ വിശ്വാസ ദർശനവും വിശ്വാസ സ്പർശനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നത്. ഓർക്കുക, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് ഉത്ഥാനമെങ്കിൽ ഇന്ന് വചനം നമ്മളോട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ശൂന്യമായ ഒരു കല്ലറ. നോക്കിക്കേ, ഈ ലോകത്തില് ശൂന്യമായ ഒരു കല്ലറ യേശുവിന്റെ കല്ലറ മാത്രമേ. നമ്മള് മരിച്ച ദിവസങ്ങളിൽ നവംബർ മാസത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് മരിച്ചുപോയ മാതാപിതാക്കള് ബന്ധുമിത്രാദികളുടെ ശവകുടീരങ്ങളിൽ പോയി നമ്മൾ പുഷ്പം വെച്ച് തിരികെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ യേശുവിന്റെ കല്ലറ മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ വലിയ കല്ല് ഊറ്റി മാറ്റി പെട്ടിരിക്കുകയാണ്. ശൂന്യമായ കല്ലറയാണ് കർത്താവിന്റെ ഈ മറിയം മഗ്ദലന കാണുന്നത്. സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ഇത് കർത്താവിന്റെ ചോദിക്കുകയാണ് ഈ സ്ത്രീയോട്. ഓർക്കണം, മേരി മാഗ്ദലിൻ ആരാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്രയും ഭാവിയായ ഒരു സ്ത്രീയാണ് ഈ ശവക്കല്ലറയില് ഈ കർത്താവിന്റെ കല്ലറയിൽ നിന്ന് കരയുകയാണ്. എന്റെ കർത്താവിനെ ആരാണ് കൊണ്ടുപോയിരിക്കുന്നത്, എവിടെ അഭിഷേകം ചെയ്യുന്നത് പറയുകയാണ്. ഏതോ അവിടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ധരിക്കുകയാണ്. അപ്പൊ യേശുവിനെ അവർ അവസാനം ധരിക്കുകയാണ്. അങ്ങനെ മറിയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെട്ടിക്കാട് മാതൃദേ ദേവൂസിലെ പ്രാർത്ഥനാ ചടങ്ങുകളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ ഈ മോർണിംഗ് വൈബ്സിൽ എത്തിച്ചത്.